പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈ നഗരത്തിലെ കാഴ്ചകളിൽ തന്നെയാണ് നമ്മളിപ്പോൾ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് VT സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് VT സ്റ്റേഷനിൽ എത്തി. അവിടുത്തെ റൗണ്ട് അബൌട്ടിൽ കയറി നിന്ന് പരിസര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ VT സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചത്. സത്യത്തിൽ മുംബൈ നഗരത്തിൻ്റെ പ്രതീകമാണ് VT സ്റ്റേഷൻ. അന്നത്തെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായ വിക്ടോറിയ രാജ്ഞിയുടെ പേരിലാണ് വിക്ടോറിയ ടെർമിനസ് എന്ന് നാമകരണം ചെയ്തത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് അതിമനോഹരമായ ഇൻഡോ ഗോത്തിക് ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1878 പണി ആരംഭിച്ച ഈ സ്റ്റേഷൻ പൂർത്തിയാക്കാൻ 10 വർഷമെടുത്തു. 2017 ഈ സ്റ്റേഷൻ്റെ പേര് ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് അഥവാ CSMT എന്ന് മാറ്റി. ഇപ്പോൾ VT, CST, CSMT എന്നീ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നു. മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനും ആദ്യത്തെ ഛത്രപതിയുമാണ് ശിവാജി. എന്തൊരു പ്രൗഢിയാണ് ഈ കെട്ടിടത്തിന്. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമാണ് ഈ ടെർമിനസ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണിത്. ആകെ 18 പ്ലാറ്റ്ഫോമുകളുള്ള ദീർഘദൂര സബർബൻ ട്രെയിനുകൾക്കുള്ള ടെർമിനലായി ഇത് പ്രവർത്തിക്കുന്നു. 19ാം നൂറ്റാണ്ടിലെ റെയിൽവേ വാസ്തുവിദ്യാ അത്ഭുതങ്ങളുടെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ സ്റ്റേഷൻ. VT സ്റ്റേഷനിലെ കാഴ്ചകൾ കണ്ട് കുറേ അധികം സമയം ഞങ്ങൾ നടന്നു. എന്തൊരു തിരക്കാണവിടെ! ആളുകൾക്കൊക്കെ എന്തൊരു വേഗതയാണ്! ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഓട്ടം മാത്രം. ട്രെയിനുകൾ വന്നും പോയും ഇരിക്കുന്നു. അകത്തളങ്ങളൊക്കെ കൊട്ടാരം പോലെ. ഇത്രയേറെ ആളുകൾ കയറി ഇറങ്ങിയിട്ടും വൃത്തിക്ക് കുറവൊന്നുമില്ല. പല സിനിമകളിലും കണ്ടിട്ടുള്ള VT സ്റ്റേഷൻ കണ്ടു നിന്നപ്പോൾ എനിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി. മുംബൈയിലെ സെൻറ്റ് തോമസ് ചർച്ചിലെ വിശേഷങ്ങൾ പറയാൻ ഞാൻ മറന്നു. 300 വർഷം പഴക്കമുള്ള കത്തീഡ്രൽ പള്ളിയാണിത്. ക്രിസ്തുമതം ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതായി കരുതപ്പെടുന്ന സെൻറ്റ് തോമസ് അപ്പോസ്തലൻ്റെ പേരാണ് ഈ പള്ളിക്ക് നൽകിയിരിക്കുന്നത്. മുംബൈയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണിത്. പള്ളിയുടെ അകത്തളമൊക്കെ വളരെ മനോഹരമാണ്. പള്ളിക്കകത്തെ കൊത്തുപണികളും ചിത്രങ്ങളുമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. ഇനി നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാം. യാത്രാ വഴിയിൽ ഹാജി അലി ദർഗയും ഷാരൂഖ് ഖാൻ്റെ വീടും അതിസമ്പന്നർ താമസിക്കുന്ന വലിയ കൊട്ടാര സദൃശ്യമായ വീടുകളുമൊക്കെ ഞങ്ങൾ കണ്ടു. വഴിയരികിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഗൈഡ് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ മുൻപിലിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോയത്. മറൈൻ ഡ്രൈവ് ക്യൂൻസ് നെക്ലേസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് റോഡിലൂടെ 3 കിലോമീറ്റർ നീളമുള്ള ഒരു പ്രൊമനേഡാണിത്.
പ്രകൃതിദത്തമായ ഒരു ഉൾക്കടലിൻ്റെ തീരത്ത് വാഴപ്പഴത്തിൻ്റെ ആകൃതിയിലുള്ള 6 വരി കോൺക്രീറ്റ് റോഡാണിത്. മറൈൻ ഡ്രൈവിൻ്റെ വടക്കേ അറ്റത്ത് ചൗപ്പാട്ടി ബീച്ചുണ്ട്. ഫേൽപുരിക്ക് പേരുകേട്ട ഒരു പ്രശസ്തമായ ബീച്ചാണിത്. നിരവധി ഹോട്ടലുകളുണ്ട് ഇവിടെ. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒബ്റോയാണ്. വ്യായാമത്തിനും ഒഴിവു സമയം ചെലവഴിക്കാനും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. കടൽക്കാറ്റ് കൊണ്ടും കടൽ കാഴ്ചകൾ കണ്ടും എത്ര നേരം വേണമെങ്കിലും നമ്മളിവിടെ ഇരുന്നു പോകും. നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്ഥലമാണിത്. നഗരത്തിൻ്റെ വിദൂര ദൃശ്യങ്ങളും കാണാൻ രസമാണ്. ഇന്നത്തെ കാഴ്ചകൾ തീരുകയാണ് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. പുതിയ കാഴ്ചകളുമായി വൈകാതെ വരാം.